ഇന്ന് ഫാദേഴ്സ് ഡേ. നമ്മുടെയൊക്കെ ഉപ്പമാരെ ഓർക്കാൻ നമുക്ക് ഇങ്ങനെ ഒരു ദിവസത്തിന്റെ ആവശ്യമൊന്നുമില്ല അല്ലേ? മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ കഴിയുന്ന ഏതൊരു മക്കൾക്ക് പിന്നിലും മക്കളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരച്ഛനുണ്ടാകും. അതുപോലൊരു അച്ഛൻ എനിക്കും ഉണ്ടായിരുന്നു. സ്നേഹനിധിയായ എൻ്റെ ഉപ്പ, എന്നെ ഞാനാക്കി മാറ്റിയ എൻ്റെ ഉപ്പച്ചി. ഇന്ന് ഞാൻ 2 കാലിൽ നടക്കുന്നുവെങ്കിൽ അതെൻ്റെ ഉപ്പയുടെ പ്രയത്നമാണ്, വിയർപ്പാണ്. ജന്മനാ വൈകല്യമായി ജനിച്ച ഞാൻ ഒരിക്കലും നടക്കില്ല എന്ന് പല ഡോക്ടേഴ്സും വിധി എഴുതി. എൻ്റെ ഉപ്പയുടെ പ്രതീക്ഷകൾ വിധികൾക്കും അപ്പുറത്തായിരുന്നു. ദൈവം എന്നെ കൈവിടില്ല, എൻ്റെ മകൾ നടക്കും എന്ന ഒറ്റ പ്രതീക്ഷ. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിരുന്ന ആ സമയത്ത് ഡോക്ടേഴ്സിന്റെ വാക്ക് കേട്ട് എൻ്റെ മകൾ ഒരിക്കലും നടക്കില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ഉപ്പച്ചി എന്നെ വളർത്തിയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സുമയ്യ ഷിഹാസായി ഒരിക്കലും സംസാരിക്കില്ലായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് എൻ്റെ ഉമ്മച്ചിയും ഉപ്പച്ചിയും. എന്നെ ആയിട്ട് ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് പോകുമ്പോൾ നാട്ടുകാരൊക്കെ പറയാറുണ്ട് അത്രേ, മകളുടെ കാല് റെഡി ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ കാലിന്റെ പണി തീരുമെന്ന്. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല എൻ്റെ ഉപ്പച്ചിക്ക്. ഒടുവിൽ എൻ്റെ ഉപ്പച്ചി തന്നെ വിജയിച്ചു. 4.5 വയസ്സിൽ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ ആ പെൺകുട്ടി ഡോക്ടേഴ്സിനെ ഒക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചെറിയ പരിമിതികളോടുകൂടി അവൾ നടന്നു. അവിടെ വിജയിച്ചത് ആ മകളോ അല്ലെങ്കിൽ ആ ഡോക്ടേഴ്സോ ആയിരുന്നില്ല, എൻ്റെ ഉപ്പച്ചിയായിരുന്നു. അവൾക്ക് ദൂരെ പോയി പഠിക്കാൻ പറ്റില്ല എന്ന് പലരും പറഞ്ഞു. എന്നാൽ അതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് എന്നെ ഒരു അധ്യാപികയാക്കി മാറ്റിയ എൻ്റെ ഉപ്പച്ചി. വിവാഹപ്രായം എത്തിയപ്പോഴും ആ മനസ്സിൽ എൻ്റെ ആഗ്രഹങ്ങൾക്ക് മാത്രമായിരുന്നു സ്ഥാനം. എനിക്ക് തുണയായി എൻ്റെ പരിമിതികൾ മനസ്സിലാക്കുന്ന, എൻ്റെ അതേ വിഷമം അനുഭവിക്കുന്ന ഒരാളെ തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ പലരും എതിർത്തു. എന്നാൽ കട്ടക്ക് കൂടെ നിന്നത് എൻ്റെ ഉപ്പച്ചിയായിരുന്നു. എന്നാൽ ഇന്ന് ആ ഉപ്പ ജീവിച്ചിരിപ്പില്ല. വായിച്ചതിൽ ഏറ്റവും നല്ല പുസ്തകം എൻ്റെ ഉമ്മച്ചിയായിരുന്നെങ്കിൽ വായിക്കാൻ എനിക്ക് വെളിച്ചം തന്നത് എൻ്റെ ഉപ്പച്ചിയായിരുന്നു. ഹാപ്പി ഫാദേഴ്സ് ഡേ.